ഗൈസ് വെൽക്കം ബാക്ക് ടു ഹരീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ആൻഡ്രോയിഡ് ഫോണിൽ ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്യുന്നതെന്നുള്ളതാട്ടോ. നമുക്ക് നിങ്ങളൊക്കെ പല രീതിയിലായിരിക്കും, പല ആപ്പ് ത്രൂ ആയിരിക്കും നിങ്ങളുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്. ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുന്നവരുണ്ട്, ദെൻ VLൽ എഡിറ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും എഡിറ്റ് ചെയ്യുന്നത് ക്യാപ്കട്ടിലാണ്. അതിൽ കുറച്ചും കൂടെ ഓപ്ഷൻസ് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാപ്കട്ട് ഞാൻ കുറേ കാലമായി ഡൗൺലോഡ് ചെയ്യുന്നു, പക്ഷേ എന്തായിട്ട് എൻ്റെ ഡൗൺലോഡ് ആകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ഞാൻ ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇത് ഇപ്പോഴും അറിയില്ലാത്ത ആൾക്കാരുണ്ട്, ഇപ്പോഴും ട്രൈ ചെയ്തിട്ട് അത് കറക്റ്റ് ആകാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളിലോട്ട് എത്തിക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് അതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ക്യാപ്കട്ട് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ അലോഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് മറ്റൊരു ആപ്പിൻ്റെ ഹെൽപ്പ് കൂടിയേ തീരത്തുള്ളൂ. അപ്പോൾ ആ ഒരു ആപ്പിൻ്റെ പേരാണ് VPN എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോവുക, VPN ഡൗൺലോഡ് ചെയ്തെടുക്കുക. VPN എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ടമാനം VPNകൾ വരും. ഒരുപാട് VPN എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പുകളുണ്ട്. ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തേക്കുന്ന സൂപ്പർ VPN എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ്. നിങ്ങൾ ആ ഒരു ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്തെടുക്കുക. ദെൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ ത്രൂ തന്നെ VPNലോട്ട് പോകാം. VPNൽ പോയിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് കണക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ VPN കണക്ട് ചെയ്തെടുക്കുക. അതിനിടയ്ക്ക് ഒരു ചെറിയൊരു ഓപ്ഷൻ ഇത് ചോദിക്കും, ഒരു എന്താ പറയുക, ഇൻസ്ട്രക്ഷൻസ് പോലെ തരും. അപ്പോൾ നമ്മളത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കണക്റ്റഡായി. വൺസ് കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി അത് ഡിസ്കണക്ട് ആവത്തില്ല. നിങ്ങൾക്ക് തന്നെ മാനുവലി അത് ഡിസ്കണക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യം എപ്പോൾ കഴിയുന്നു അപ്പം നിങ്ങൾക്കത് ഡിസ്കണക്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള VPN സക്സസ്ഫുള്ളി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൽ ID പുതിയൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ അപ്പർ ഭാഗത്തായിട്ടുള്ള ആ ഒരു റൗണ്ടിലുള്ള എംബ്ലത്തിൽ, അതായത് നിങ്ങളുടെ മെയിലിൻ്റെ ആ ഒരു എംബ്ലത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പുതിയൊരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെക്യൂർ ആക്കി എടുക്കാവുന്നതാണ്. ഞാനത് ബ്ലർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. കുറച്ച് പ്രൈവസി ആൻഡ് സേഫ്റ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാനത് ബ്ലർ ആക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ പുതിയൊരു മെയിൽ ID ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പുതിയൊരു മെയിൽ ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്ലേ സ്റ്റോർ വർക്ക് ചെയ്യേണ്ടത് ഈ ഒരു പുതിയ മെയിൽ IDയിലായിരിക്കണം. പുതിയ മെയിൽ IDനെ നമുക്ക് ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാണിച്ചത്. ഇപ്പം ഞാൻ എൻ്റെ മെയിൽ ID ചേഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ ക്യാപ്കട്ട് എന്നുള്ള രീതിയിൽ ക്യാപ്കട്ട് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ക്യാപ്കട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഇല്ല എന്നാണ് കാണിക്കുന്നത്, അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മെയിൽ ID ചേഞ്ച് ചെയ്ത് പുതിയ നമ്മുടെ മെയിൽ IDയിലോട്ട് പോയി. അപ്പോൾ എനിക്ക് ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്തപ്പോൾ ക്യാപ്കട്ട് ടൈപ്പ് ചെയ്തപ്പോൾ ക്യാപ്കട്ട് കിട്ടി. ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നെക്സ്റ്റ് പ്രശ്നം വരുന്നത് ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നേരെ നമ്മൾ VPNലോട്ട് പോവുക. ഒന്നും കൂടെ നമ്മുടെ VPN ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും ഒന്ന് കണക്ട് ചെയ്യുക. നമ്മൾ വീണ്ടും തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ക്യാപ്കട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ആ ടൈമിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 1-2 ആണെങ്കിലും ചെയ്യുമ്പോൾ പറ്റണില്ലെങ്കിൽ ഒന്ന് VPN ഒന്നും കൂടി ഇതുപോലെ തന്നെ ഡിസ്കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുള്ളി തന്നെ ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്യാം. അത് ഏകദേശം ഒരു 165 MB വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ ഒന്ന് ഡൗൺലോഡ് ആയിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യത്തെ തവണയൊക്കെ ഞാൻ കുറേ തവണ ശ്രമിച്ച സമയത്ത് എനിക്ക് അങ്ങോട്ട് സക്സസ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ ഫൈനലി ഇപ്പോൾ 2-3 ദിവസമായിട്ട് ക്യാപ്കട്ട് ഒന്നൊക്കെ ഇപ്പം ഞാൻ ക്യാപ്കട്ടിനെ പറ്റി പഠിച്ച് വരുന്നുള്ളൂ. നമ്മൾ പഠിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇടാവുന്നതാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യില്ലെങ്കിൽ ഞാൻ വെറുതെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ യൂഷ്വലി ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യാറ്. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം ഇൻഷോട്ടിനെക്കാട്ടിലും കുറച്ചും കൂടെ ക്ലാരിറ്റി കൂടുതലൊക്കെ ഉള്ളത് ക്യാപ്കട്ടിലാണ്. നിങ്ങൾ ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ ചെറിയൊരു അലോ ചെയ്യാനുള്ള ഒരു സംഭവം വരും. അത് അലോ ചെയ്യുക കേട്ടോ. അലോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഇൻസ്റ്റാൾ സ്റ്റാർട്ടിങ് ആകത്തുള്ളൂ, അതായത് ഇത് ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആകത്തുള്ളൂ. അത് ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പം ഓക്കെ, നമ്മൾ CapCut വളരെ സക്സസ്ഫുള്ളി ഡൗൺലോഡ് ചെയ്തു. ഈ ഒരു വീഡിയോ ചിലപ്പം യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇടുന്ന അറിയില്ലാത്ത ആൾക്കാർക്ക്, അതായത് CapCut എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് ഇതുവരെ അറിയില്ലാത്ത ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. സോ എല്ലാവർക്കും